സഞ്ജു സാംസൺ ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചെത്തിയ ആദ്യ മത്സരത്തിൽ തന്നെ സൂപ്പർ വിജയം തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് നേടിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവസാനിച്ച രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് മത്സരത്തിന്റെ സമഗ്രമായൊരു ചിത്രമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ക്യാപ്റ്റനായി എത്തിയതിന്റെ പ്രകടമായൊരു മാറ്റം ഇന്ന് രാജസ്ഥാൻ ടീമിൽ കാണാനുണ്ടായിരുന്നു. ടോസ് നേടി ആദ്യം ബാറ്റിംഗിനെത്തിയ രാജസ്ഥാന് വേണ്ടി സഞ്ജുവും ജയ്സ്വാളും ചേർന്ന് ഉജ്ജ്വലമായ തുടക്കം തന്നെയാണ് ഇന്ന് സമ്മാനിച്ചത്. ഇരുവരും ചേർന്ന് 89 റൺസിന്റെ ഒന്നാം വിക്കറ്റ് പാർട്ണർഷിപ്പാണ് ഇന്ന് നേടിയത്. കത്തിക്കയറുന്ന ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് പവർ പ്ലേയിൽ ഇരുവരും കാഴ്ചവെച്ചത്. 6 ഫോറുകൾ ഉണ്ടായിരുന്ന സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ 38 റൺസാണ് ഇന്നുണ്ടായിരുന്നത്. സഞ്ജു പുറത്തായതിനു ശേഷം റിയാൻ പരാഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജയ്സ്വാൾ ടീമിന്റെ ആക്രമണം തുടരുകയായിരുന്നു. അർദ്ധ സെഞ്ചുറി നേടിയ ജയ്സ്വാൾ 148 സ്ട്രൈക്ക് റേറ്റിൽ 45 പന്തിൽ നിന്നാണ് ഇന്ന് 67 റൺസ് നേടിയത്. 3 ഫോറും 5 സിക്സറുകളുമാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നത്. ജയ്സ്വാളും തൊട്ടു പിന്നാലെ എത്തിയ റാണയും പുറത്തായതിനു ശേഷം ടീമിന്റെ സ്കോറിംഗ് ചെറുതായിട്ടൊന്ന് കുറയുകയായിരുന്നു. ക്രീസിൽ നിലയുറപ്പിച്ച റിയാൻ പരാഗ് ഇന്നിംഗ്സിന്റെ അവസാനം മികച്ച ഒരു പ്രകടനമാണ് ഇന്ന് നടത്തിയത്. ഒരു ഘട്ടത്തിൽ 180 മാത്രം ഒതുങ്ങുമെന്ന് തോന്നിച്ച രാജസ്ഥാന്റെ ടോട്ടൽ 200 കടത്തുന്നതിൽ തീർച്ചയായിട്ടും റിയാൻ പരാഗിന്റെ അവസാന ഓവറുകളിലെ സിക്സറുകൾ തന്നെയാണ് നിർണായകമായി മാറിയത്. 5 പന്തിൽ 13 റൺസുമായി ധ്രുവ് ജുറലും മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഫിനിഷറുടെ റോളിൽ ഇന്ന് നടത്തിയത്. അങ്ങനെ നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിലാണ് 205 റൺസ് ഇന്ന് രാജസ്ഥാൻ അടിച്ചെടുത്തത്. മറുപടി ബാറ്റിംഗിൽ തകർച്ചയോട് കൂടിയായിരുന്നു പഞ്ചാബിന്റെ തുടക്കം. പവർ പ്ലേയിൽ തന്നെ 3 മുൻനിര വിക്കറ്റുകളാണ് പഞ്ചാബിന് നഷ്ടമായത്. സ്റ്റോയിൻസും പ്രഭ്സിമ്രാൻ സിംഗും ശ്രേയസ് അയ്യരും മടങ്ങിയപ്പോൾ ശേഷം ഒരുമിച്ച വധേരയും മാക്സ്വെലും ചേർന്നാണ് പഞ്ചാബിന് വീണ്ടും പ്രതീക്ഷകൾ നൽകിയത്. ഒരു ഘട്ടത്തിൽ വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് പഞ്ചാബ് കിങ്സ് മത്സരത്തിൽ നടത്തിയത്. പ്രത്യേകിച്ച് ഈ ഒരു പാർട്ണർഷിപ്പ് രാജസ്ഥാൻ റോയൽസിന് വലിയ ഭീഷണി തന്നെയാണ് നൽകിയത്. ഒരു ഘട്ടത്തിൽ റിക്വയർഡ് റൺ റേറ്റ് 11ലേക്ക് ഒതുക്കാനായി ഈ പാർട്ണർഷിപ്പിന് സാധിച്ചപ്പോൾ 30 റൺസുമായി നിന്ന ഗ്ലെൻ മാക്സ്വെലിന്റെ വിക്കറ്റ് മഹേഷ് ദീക്ഷിത് നേടിയതോടുകൂടി കളി മാറുകയായിരുന്നു. തൊട്ടടുത്ത ഓവറിലെ ആദ്യ പന്തിൽ ഹസരംഗ വധേരയുടെ വിക്കറ്റ് കൂടി നേടിയതോടുകൂടി രാജസ്ഥാൻ ശക്തമായി മത്സരത്തിലേക്ക് തിരികെ വരികയായിരുന്നു. ശേഷം മികച്ച ചേസിംഗ് ഹിസ്റ്ററിയിൽ ബാറ്റിംഗിനായി എത്തിയ ശശാങ്ക് സിംഗിന് ഹെഡ്ജിന്റെ ഭാഗത്തുനിന്നും മാക്രോ ജെൻസന്റെ ഭാഗത്തുനിന്നും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല. രാജസ്ഥാന് വേണ്ടി ബോൾ ചെയ്ത എല്ലാവരും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇന്നിംഗ്സിന്റെ ആദ്യം ജോഫ്ര ആർച്ചർ ആയിരുന്നെങ്കിൽ നിർണായക സമയത്ത് വാനന്ദു ഹസരംഗയും മഹേഷ് ദീക്ഷിണയും സന്ദീപ് ശർമ്മയും ഉൾപ്പെടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളാണ് ഇന്ന് കാഴ്ചവെച്ചത്. അങ്ങനെ സഞ്ജു ക്യാപ്റ്റനായി എത്തിയ ആദ്യ മത്സരത്തിൽ തന്നെ ടീമിന് ഉജ്ജ്വലമായൊരു വിജയം ഇപ്പോൾ നേടിയെടുക്കാനായി സാധിച്ചിട്ടുണ്ട്. ടൂർണമെന്റിൽ രാജസ്ഥാന്റെ 2ാം വിജയം കൂടിയാണിത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.